ഇങ്ങനെയായിരുന്നു ക്രൈസ്തവ സഭയുടെ തുടക്കം. തങ്ങളെ ക്രിസ്തു വിട്ടുപോയെന്നൊരു ചിന്ത പോലും അവർക്ക് വരാത്ത വിധത്തില് അവരുടെ ഓരോ കൂട്ടായ്മകളിലും കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അവരുടെ ഓരോ വചനങ്ങൾക്കും അടയാളങ്ങൾ കൊണ്ട് അവിടുന്ന് സാക്ഷ്യം നൽകിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമൊക്കെ അവസാനിക്കണേ. അവരുടെ ഓരോ വാക്കുകൾക്കും കർത്താവ് അടയാളങ്ങൾ കൊണ്ട് അവർക്ക് സാക്ഷ്യം നൽകിയിരുന്നു. അറ്റസ്റ്റേഷൻ കൊടുക്കുക, കർത്താവ് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഈശോയുടെ നാമവും പറഞ്ഞിട്ട് നിങ്ങളൊന്ന് നടന്നു നോക്കിയേ. നിങ്ങൾ ഒറ്റയ്ക്കായി പോവാതിരിക്കാനായി ഇങ്ങനെ ആ ഒരു കൂട്ടത്തിന്റെ എണ്ണം കൂടുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. വെറുതെ പള്ളിയിൽ പോയിരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇത്രയും നേരം അടച്ചുപൂട്ടിയിരുന്ന ഒരു ദേവാലയത്തിൽ ഒരാൾ പോലും ഇല്ലാതിരുന്നൊരു സമയത്ത് കയറി ചെന്ന് നമ്മൾ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ എഴുന്നേൽക്കാനായി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ കുറച്ചു പേരൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്, ഒരുമിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഈ ഒരു തൊടല് നമ്മൾ അനുഭവിച്ചത്. 2-3 പേരൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷം തുടങ്ങുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് അവനെ തിരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. 2-3 പേർ ചേർന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടുന്ന് അത് ചെയ്തു തരുമെന്നാണ് കർത്താവ് പറയുന്നത്. ഈ തെറ്റിതിരുത്താൻ പോകുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി ഒന്ന് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ ഒന്നും പറയണതിന് മുൻപ് തിരിച്ചു വരണത് നമ്മൾക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് പലതവണ. നേരെ ചെന്ന് തിരുത്താൻ നോക്കിയിരുന്നെങ്കിൽ വഷളാകാമായിരുന്ന ചില പ്രശ്നങ്ങള് നമ്മളോട് ശത്രുതയിൽ പോലും ആകാമായിരുന്ന ചില പറഞ്ഞു കൊടുക്കലുകള് കർത്താവിൻ്റെ മുൻപിൽ ചെന്നിരുന്ന് ആ ഒരു മനുഷ്യനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയൊക്കെ പലതവണ കണ്ടിട്ടുള്ളത്. വചനം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക, അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷകരായി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക. പിന്നെ ഈ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അവൻ്റെ വലിയ സ്നേഹം അനുഭവിച്ച് അവൻ്റെ കരുതല് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്ന് ഈ പറഞ്ഞ തിരുത്തേണ്ട മനുഷ്യനോട് ചെന്ന് ഒന്ന് സംസാരിച്ചു. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിൻ്റെ കരുതലാണ്, സ്വർഗത്തിൻ്റെ സ്നേഹമാണ്. ഈ മനുഷ്യൻ എങ്ങനെയാണ് നമ്മളോട് അനുരഞ്ജനപ്പെടാതിരിക്കാൻ പറ്റുന്നത്?